ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ശ്രീ കെ സുധാകരൻ MP അവരുടെ ക്ഷണിക്കും. അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ സുധാകരൻ, രാജശേഖരൻ, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ R. സുധാകരൻ, പ്രിയങ്കരനായ ശ്രീ KC രാജൻ, DCCയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ തൊടിയൂർ രാമചന്ദ്രൻ, ശ്രീ അൻസാർ, ശ്രീ KG രവി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുനമ്പത്ത് വഹാബ്, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ കണ്ണൻ, വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ബൈക്ക് പറഞ്ഞതിന് ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. ട്രാഫിക് ജാം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്താൻ ഒരു 3 മണിക്കൂറോളം എടുത്തു. ആ ട്രാഫിക് ജാം മാറ്റാൻ നമ്മൾ മുമ്പേ ആലോചിച്ചതാണ്, വളരെ മുൻകൂട്ടിയിട്ട്. ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എക്സ്പ്രസ് ഹൈവേ ആലോചിച്ചതാണ്. അന്ന് എക്സ്പ്രസ് ഹൈവേ വന്നാൽ ഈ നാട് രണ്ടായി മാറുന്നു. ഒരു മലയാണ് വരുന്നത്, നാട് രണ്ടായി കയറിയാൽ പടിഞ്ഞാറുള്ളവന് കേക്ക് കാണൂല, കേക്കുള്ളവന് പടിഞ്ഞാറ് കാണൂല, കേക്കുള്ള പശു കിഴക്കോട്ട് പോകില്ല, കിഴക്കുള്ള പശു പടിഞ്ഞാറോട്ട് വരില്ല. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ പ്രക്ഷോഭം നടത്തിയ വികസന വിരുദ്ധരുടെ നടപടിയുണ്ടല്ലോ, അത് ഈ രാജ്യത്ത് ഗതാഗത രംഗത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇവിടെ ഈ പൊതുയോഗം ഇത്രയും വിശാലമായ, ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ അതിന് കാരണമായതെല്ലാം എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ നിങ്ങളോട് സംസാരിച്ചിരിക്കും, നിങ്ങൾക്കും അതറിയാം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ശ്രീ ഇക്ബാൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷത്തെ മുട്ടുകുത്തിച്ച് ഈ പഞ്ചായത്തിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ ബിജു, 2 പേരെ മൃഗീയമായി ആക്രമിക്കപ്പെട്ടതിലുള്ള ശക്തമായ ഈ നാടിലെ ജനാവലിയുടെ പ്രതിഷേധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 2 നേതാക്കന്മാരുടെ നേരെ നടന്ന അക്രമത്തെ ഈ രാജ്യത്തെ ജനം എങ്ങനെ കാണുന്നു എന്നതിന്റെ തെളിവാണ് ഈ തടിച്ചുകൂടിയ ജനാരംഭം. ഇത് കാണാൻ ഇവര് കണ്ണുണ്ടാവണം. മാർക്ക് CPM-കാരന്, കമ്മ്യൂണിസ്റ്റുകാരന് കാടത്തം മാത്രം രാഷ്ട്രീയ കൈമുതലാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ. അവർക്കിത് ജനരോഷം, ഈ ജനങ്ങളുടെ തുടിപ്പും ത്രസിപ്പും മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിന് പക്ഷേ ഒരു ജനാധിപത്യത്തിന്റെ വിജയമായി. ഞാൻ കടന്നു വരുന്നത് ഇതിലും ഭീകരമായ ഒരു ജില്ലയിൽ നിന്നാണ്. അവിടെ ഒരു കാലത്ത് 98 പഞ്ചായത്തുള്ളതിൽ ഒരു 40 പഞ്ചായത്ത് കഴിച്ചാൽ ബാക്കി മുഴുവൻ പഞ്ചായത്തുകളും പാർട്ടി ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് ഈ അടിയും ഈ വെടിയും ഈ കുത്തും ഞങ്ങൾക്ക് സുപരിചിതമാണ്. അവിടെ ഒരു ബോംബ് പൊട്ടിയാൽ, ഒരു ബോംബേറിൽ ഒരാൾ മരിച്ചാൽ ഒരു വാർത്തയല്ല, അതൊരു നിത്യസംഭവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇക്ബാലിനും ബിജുവിനും ഏറ്റ ഈ അക്രമത്തിന്റെ ആഴവും പരപ്പും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് ഞാൻ CPM-കാരോട് നല്ല ഭാഷയിൽ പറയുന്നു, അക്രമത്തെ അക്രമം കൊണ്ട് തിരിച്ചടിക്കുക കോൺഗ്രസിന്റെ നയമല്ല. പക്ഷേ ചിലപ്പോ ഒരു ചെറുത്ത് നിൽപ്പൊക്കെ വേണ്ടി വന്നാൽ ആ ചെറുത്ത് നിൽപ്പിന് ഓർമ്മിപ്പിക്കും. അത്രയൊക്കെയേ ഞങ്ങളും കണ്ണൂരിൽ ചെയ്തിട്ടുള്ളൂ, ചെറുത്തു നിൽപ്പ് മാത്രം. ആ ചെറുത്തു നിൽപ്പിലൂടെ നമുക്ക് നേടാൻ സാധിച്ചത് 2 അസംബ്ലി മാത്രം ജയിച്ചിരുന്ന കണ്ണൂരിൽ ഇക്കുറി 5 അസംബ്ലി വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് ചെറുത്തു നിൽപ്പുകൊണ്ട്. നഷ്ടപ്പെട്ടു പോയ പാർലമെന്റ്, ഏതാണ്ട് 1 ലക്ഷം വോട്ടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ച കണ്ണൂർ പാർലമെന്റ് 47,000 വോട്ട് തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നതാണ് ആ ചെറുത്തുനിൽപ്പിന്റെ മറ്റൊരു നേട്ടം.
വർഷക്കാലമായി ഗുണ്ട, തെണ്ടി, തമ്മാടി, കള്ളൻ എന്ന് വിളിച്ചാക്ഷേപിച്ച് ദേശാഭിമാനിക്കകത്തും കൈരളി ചാനലിന്റെ അകത്തും കണ്ടശ അപസത്വക നോവൽ പോലെ എനിക്കെതിരെ പ്രചരിപ്പിച്ച കഥകൾ അവിടുത്തെ പാർട്ടി അണികൾ പോലും വിശ്വസിച്ചില്ല എന്നുള്ളയിടത്ത് അവരുടെ മനസ്സിനകത്ത് പ്രയാസം. ഇവിടെ എനിക്കറിയാം, ഈ പ്രദേശത്തെ ക്ലാപ്പന പ്രദേശത്തിന്റെ രാഷ്ട്രീയം എനിക്കറിയാം. ഒരു കാലത്തെ CPM കൊട്ടക്കൊത്തളമാണ്. കൈവിട്ടിരിക്കുന്നു. കഴിഞ്ഞ നീണ്ട 15 വർഷക്കാലമായി കോൺഗ്രസിന്റെ UDF-ന്റെ പഞ്ചായത്ത് ഭരണം ഈ പഞ്ചായത്തിൽ നിലനിൽക്കുമ്പോ അതിന് ജനപിന്തുണയുള്ള കാരണക്കാരായ ആളുകളെ ഇല്ലായ്മ ചെയ്യുക എന്നത് കമ്മ്യൂണിസ്റ്റ് തിയറിയാണ്. അത് ക്ലാപ്പനക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ മാത്രം സ്വഭാവമല്ല, അത് കമ്മ്യൂണിസ്റ്റായി പിറന്നവന്റെ സ്വഭാവമാണ്. കാരണം അക്രമമാണ് അവരുടെ ആയുധം. ജനഹിതം കൊണ്ടല്ല, ജനവിശ്വാസം കൊണ്ടല്ല, ജനമനസ്സുകളിൽ സ്നേഹം കൊണ്ട് കടന്നു എന്നല്ല, അക്രമത്തിന്റെയും ഭീഷണിയുടെയും ഭാഷയും മസിൽ പവറും മണി പവറും കൊണ്ട് അവർ ഈ രാജ്യത്ത് അപ്രമാദിത്യം സൃഷ്ടിച്ചിട്ടുള്ളത്. എവിടെ അവർക്ക് അപ്രമാദിത്യമുണ്ടോ ആ അപ്രമാദിത്യമെല്ലാം ആയുധബലത്തിന്റെ, സംഘബലത്തിന്റെ, രാഷ്ട്രീയ കാടത്തരത്തിന്റെ അതിശക്തമത്തായ പ്രതിരോധം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിച്ച വിജയമാ. ബംഗാൾ കണ്ടില്ലേ? ഷീട്ട് കൊട്ടാരം മറിയും പോലെ മറഞ്ഞു. അവിടെ നീതിപൂർവകമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചപ്പോ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 35 വർഷക്കാലത്ത് നിതാന്തമായ ഭരണം കാഴ്ചവെച്ച ബംഗാൾ കൈവിട്ടുപോയി എന്ന് മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും ഫീഡ് ചെയ്യാൻ സാധിക്കാത്ത ദുർബലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ബംഗാളിൽ CPM-നെ ഞാനും നിങ്ങളും കണ്ടു. സ്വാഭാവികമായും CPM-കാരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം. ജനാധിപത്യത്തിന്റെ അർത്ഥവും അതിന്റെ വ്യാപ്തിയും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ് മുളച്ചതല്ല. 1947 ഓഗസ്റ്റ് 15 രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്ന പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാം, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ, തിരുത്തി കുറിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ലാതിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് പെറ്റുപെരുകി ജനിച്ചു വളരുന്ന എല്ലാ ആളുകൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ വളർത്താൻ, പന്തലിപ്പിക്കാനുള്ള ജന്മാവകാശം മൗലിക അവകാശമാക്കി പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നിങ്ങൾക്ക് ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന് ഇവിടുത്തെ CPM-കാരൻ മറക്കണ്ട. അന്ന് ഏകകക്ഷി ഭരണം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ആരോട് തിരുത്താൻ? ഒരുപാട് രാജ്യങ്ങളിൽ ഏകകക്ഷി ഭരണം പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഏകകക്ഷി ഭരണം മതി എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആയുധമെടുത്ത് കോൺഗ്രസുകാരന്റെ വട്ട നടക്കുന്ന CPM-കാരന്റെ പാർട്ടി ഈ രാജ്യത്ത് അന്ന് ദ്രാവിഡ രൂപത്തിലായിട്ടില്ല തന്റെ പാർട്ടി എന്ന് ഓർമ്മ വേണം. എന്നിട്ടും ഈ രാജ്യത്ത് ഞങ്ങൾ നൽകിയ ജനാധിപത്യം, ആ ജനാധിപത്യത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിൽ, ഇന്ത്യയിൽ CPM പ്രവർത്തിക്കുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അപവാദമാണ്. എന്താണ് ജനാധിപത്യം? ആ ജനാധിപത്യം ഉൾക്കൊള്ളാൻ CPM-കാർക്ക് സാധിക്കണം. കൊള്ളയാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് CPM-ന്റെ കൈമുതൽ. കരുനാഗപ്പള്ളിയിൽ കൊള്ളയടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിൽ കൊള്ളയടിക്കാറുണ്ട്. എതിരാളികളെ വീടുകൾ കൊള്ളയടിക്കും, എതിരാളികളെ കടകൾ കൊള്ളയടിക്കും, എതിരാളികളെ മുതലുകൾ നശിപ്പിക്കും. എത്രയോ കടകൾ, എത്രയോ വീടുകൾ കൊള്ളയടിച്ച് സ്വർണവും വിലപിടിപ്പുള്ള സാധനങ്ങളും കടത്തിക്കൊണ്ടുപോയ എത്രയോ അനുഭവത്തിന്റെ രക്തസാക്ഷികളാ കണ്ണൂരിലെ ജനങ്ങൾ എന്നിവർ ഓർക്കുമ്പോ ഒരുപക്ഷെ കരുനാഗപ്പള്ളിയിൽ കൊള്ളയടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ രാജ്യത്തെ എതിരാളികളെ വെട്ടുക, നുറുക്കുക, കൊല്ലുക, കൊലപാതകത്തിന്റെ പരമ്പരയാണ്. ഈ സംസ്ഥാനത്തിൽ ജനാധിപത്യ മനസ്സുകളെ നിറങ്കലിപ്പിച്ച കൊലപാതകത്തിന്റെ പരമ്പര ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത കൊലപാതകം നടത്തി എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രവർത്തന ശൈലിയാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. പിണറായി വിജയൻ തന്നെ ആരാ മോന്തായം വളഞ്ഞാൽ 64 വളയും എന്നൊരു പഴമൊഴിയില്ലേ? എന്റെ നാട്ടുകാരനാണ്. ഞാൻ കുന്നൻ കോളേജിൽ പഠിക്കാൻ കയറുന്നതിന് മുമ്പ് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണ്. ആരാണ് ക്രിമിനൽ ഈ പ്രദേശത്തെ CPM-കാർക്ക് അറിയാവോ? ഞങ്ങൾക്കൊക്കെ എതിരെ കേസുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാർക്കെതിരെ കേസുണ്ടായാണ്. മുഹമ്മദ് കൊലക്കേസിൽ പ്രതിയ
കത്തി എന്ന് കേൾക്കുമ്പോ വിറക്കുന്നവനാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് ആര്യാടനെ അറിയുന്ന ആളുകൾക്കറിയാം. ആര്യാടൻ കൊല ചെയ്തു എന്ന് പറയുന്നത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിയാം. കെ സുധാകരൻ കൊലയാളിയാണെന്ന് പറയാറുണ്ട്. കോൺഗ്രസിന്റെ ഒരുപിടി നേതാക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ സായം തന്റെ സാക്ഷി നിർത്തി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഞങ്ങൾ ആരും ഇന്ന് വരെ നേരിട്ട് ഒരക്രമത്തിൽ പങ്കെടുക്കാത്തവരാണ്. ആത്മവിശ്വാസത്തോടെ എന്റെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എനിക്കത് പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ സെക്രട്ടറി ഉണ്ടല്ലോ, സഖാവ് പിണറായി, കോമ്രേഡ് പിണറായി, സ്വന്തം കൈക്കകത്ത് വാളെടുത്ത് വെട്ടിക്കൊന്ന കൊലക്കേസിലെ പ്രതിയാണ്. ഹീസ് എ ബോൺ ക്രിമിനൽ. തലശ്ശേരിയിൽ RSSന്റെ പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആദ്യം തലശ്ശേരി നഗരത്തിൽ കൊലപാതകത്തിന്റെ അക്രമ പരമ്പരക്ക് തുടക്കം കുറിച്ച് ആദ്യത്തെ കൊലപാതകം. ആ കൊലപാതകത്തിലെ പ്രതി എന്ന് മാത്രമല്ല, പ്രതി ആയതല്ല, സ്വന്തം കൈ കൊണ്ട് രാമകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി അതാണ് ശ്രീ പിണറായി വിജയൻ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ കണ്ടോത്ത് ഗോപി. കോൺഗ്രസിന്റെ ബന്ദിന് ബീഡി കമ്പനിയിൽ ബന്ദ് പറയാൻ പോയപ്പോ, ബന്ദ് ദിവസം ബീഡി കമ്പനി കൂട്ടിക്കാൻ പോയപ്പോ ഇലകീറുന്ന കത്രിക കൊണ്ട് ഗോപിയുടെ വായത്തത്ത് കുത്തിയ ക്രിമിനലാണ് പിണറായി വിജയൻ. സ്വാഭാവികമായും ആ മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന പുരാണത്തിന്റെ പഴമൊഴി, ആ പഴമൊഴി അന്വർത്ഥമാകണമെങ്കിൽ ആ പിണറായി വിജയന്റെ ശിഷ്യന്മാർ ഇക്മാലിനെയും ബിജുവിനെയും വെട്ടന്റെ കുത്തിയില്ലെങ്കിൽ ആശാനോളം വരുമില്ലെങ്കിലും ആശാന്റെ ശിഷ്യനോളം വരണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ ആക്രമത്തിന്റെ പരമ്പര ഞങ്ങൾക്കറിയാം. നിങ്ങൾ നന്നാവൂല, തല്ലണ്ടമ്മാമ നന്നാവില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങളുടെ മാർഗം അതാണ്. അതിലൂടെ മാത്രമേ നിങ്ങൾക്കിവിടെ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഭയപ്പെടുത്തി അത് ജനാധിപത്യത്തിന്റെ ഒരു യോഗ്യതയല്ല. കൊള്ളയടിക്കുന്നവന് എവിടെയാണ് അവന്റെ രാഷ്ട്രീയ ഇടം? കൊലപാതകം നടത്തുന്നവന്റെ രാഷ്ട്രീയ ഇടം എവിടെയാണ്? ജനാധിപത്യ സംവിധാനത്തിൽ കൊള്ളയടിക്കുന്നവനും കൊല നടത്തുന്നവനും രാഷ്ട്രീയത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ എന്ത് സ്ഥാനം? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മേലങ്കിക്കകത്ത് കൊലയും കൊള്ളയും മറച്ചു വെച്ച് രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുകയാ CPM-കാരൻ. ഇവിടെ കൊള്ള നടത്തുന്നവരെയൊക്കെ കള്ളന്മാരായി മുദ്രകുത്തുന്നു. അത്തരമൊരു പ്രസ്ഥാനത്തെ നിയമപരമായി നിരോധിക്കാറുണ്ട്. കൊല നടത്തുന്ന നക്സൽവാദി പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എന്തിനാണ് നിങ്ങൾ നിരോധിച്ചത്? എതിരാളികളെ കൊല്ലുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല, അത് നിയമവിരുദ്ധമാണ്. ഞാൻ ചോദിക്കുന്നു, നക്സൽവാദികളെ നിരോധിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അതുപോലെ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കണ്ടേ എന്നതാണ് എന്റെ പ്രസക്തമായ ചോദ്യം. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അതിനെക്കുറിച്ച് ഭരിക്കുന്ന ഗവൺമെന്റ് ആലോചിക്കണം. ഈ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ അർഹതയില്ലാത്തവരാ CPM-കാർ. അർഹതയില്ലെന്ന് മാത്രമല്ല, അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖരന്റെ കൊലപാതകം മുതൽ അങ്ങോട്ട് നിങ്ങളൊരു പരമ്പര പരിശോധിക്കണം. എന്താ ചന്ദ്രശേഖരന്റെ കൊലപാതകം? CPM-ആണ് ചന്ദ്രശേഖരൻ എന്ന വാക്കുകൾ കേൾക്കുന്ന ഇടതുപക്ഷത്തിന്റെ കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും. തലവന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ഇല്ലാതിരിക്കില്ല എന്നൊരു എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നേ. നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ, ചന്ദ്രശേഖരൻ മരിക്കുമ്പോഴും മക്കളെ കമ്മ്യൂണിസ്റ്റാണ്. 35 വർഷം കമ്മ്യൂണിസ്റ്റ് പതാക, കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടി നെഞ്ചോട് കെട്ടി നിങ്ങളുടെ വ്യക്തിശാസ്ത്രത്തിന് വേണ്ടി രാവും പകലും പാടുപെട്ട ചന്ദ്രശേഖരൻ മരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ്. എന്തിനാണ് ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത്? 52 വെട്ടുവെട്ടി പെറ്റമ്മക്കൊരു മുത്തം കൊടുക്കാൻ മുഖത്തൊരിടം കൊടുക്കാത്ത ഭീകരമായ കൊലപാതകം. അത് നോറ്റ് വളർത്തിയ പെണ്ണുമകന് ഉമ്മ കൊടുക്കാൻ ചന്ദ്രശേഖരന്റെ മുഖത്തൊരിടം വെക്കാതെ 52 വെട്ടുവെട്ടി നുറുക്കി. 52 വെട്ടിലൂടെ ചന്ദ്രശേഖരനെ കളച്ഛേദം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒന്ന് മുഖം പിടിച്ചുമ്മ വെക്കാൻ അവസരമില്ലാത്ത വിധം ഭീകരമായിരുന്നു ചന്ദ്രശേഖരന്റെ മുഖം. എന്തിനാണ് ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടത്? ചന്ദ്രശേഖരൻ മരിച്ചതുകൊണ്ട് ഓഞ്ചിയത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായോ? ഓഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കരുത്താർജിച്ചോ? ഉള്ളം കയ്യിൽ നിൽക്കുമായിരുന്ന വടകര പാർലമെന്റ് നിയോജക മണ്ഡലം നഷ്ടപ്പെട്ടത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവരാ നിങ്ങളെന്ന് എനിക്കറിയാം. ചന്ദ്രശേഖരന്റെ കൊലപാതകം BJP യുവമോർച്ചയുടെ നേതാവ് ജയകൃഷ്ണൻ മാസ്റ്റർ, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല.
MA ഐച്ഛികമായി സയൻസ്, സോഷ്യൽ സ്റ്റഡി, സാമൂഹ്യപാഠം ഐച്ഛിക വിഷയമായെടുത്ത് MA പഠിച്ചവനാണ് ഞാൻ ഒരുപാട് ചരിത്രം വായിച്ചവനാണ്. ഞാൻ ഒരുപാട് പുസ്തകത്തിലെ ഒരുപാട് ഭീകരമായ കൊലപാതകത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും ക്രൂരനായ കൊലയാളിയെ കുറിച്ച് ചരിത്രത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ കൊലയാളിയെ അതിനെയൊക്കെ മറികടക്കുന്ന ചരിത്രത്തിൽ സാമ്യമില്ലാത്തൊരു കൊലപാതകമാണ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം. ക്ലാസ് മുറിക്കകത്ത് പാഠമെടുക്കുന്ന ജയകൃഷ്ണൻ മാസ്റ്റർ പുസ്തകം നോക്കി പദാനുപദം പറഞ്ഞു കൊടുക്കുമ്പോൾ ഡെസ്കിൽ വെച്ച പുസ്തകത്തിൽ തലതാട്ടി ക്ലാസ് മുറിക്കകത്ത് 42 കുട്ടികൾ ഏറ്റുവായിക്കുന്നു. റൂമിന്റെ ക്ലാസ് മുറിയുടെ പിൻഭാഗത്തുകൂടെ കൊലയാളികൾ കടന്നു വന്നു. ഞങ്ങളൊക്കെ മരത്തിന്റെ കമ്പ് കഴിക്കില്ലേ, മഴുവിനെ കൊണ്ട് വെട്ടി, അതുപോലെ മഴുവിനെ കൊണ്ട് പിറകിൽ നിന്ന് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കഴുത്ത് വെട്ടി. ആ തല ചെരിഞ്ഞ് താഴെ വീണ് ഈ ചങ്കിൽ നിന്ന് രക്തം മുകളിലേക്ക് പൂക്കുച്ചി പോലെ അങ്ങ് ചിതറി. ആ രക്തം ക്ലാസ് മുറിക്കകത്ത് കുട്ടികളുടെ മുടിയിൽ, കുട്ടികളുടെ വസ്ത്രത്തിൽ, കുട്ടികളുടെ പുസ്തകത്തിൽ, ചുമരിൽ, ഡെസ്കിൽ, ബെഞ്ചിൽ തറങ്ങി. രക്തത്തിന്റെ നനനിരപ്പ് വന്നപ്പോ കുട്ടികൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തലയില്ലാത്ത അധ്യാപകന്റെ ശരീരം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് 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 ബോധം കെട്ടു മലയും, അലറി വിളിച്ചു മലയും, ഇറങ്ങി ഓടി മലയും. നിങ്ങൾക്കറിയാമോ, ഒരു കൊലപാതകത്തിന്റെ ചരിത്രത്തിലും ഇന്ന് വരെ ലോകത്ത് ഒരു കൊലപാതകത്തിന് സാക്ഷിത്വം വഹിച്ച 42 ആളുകളെ കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടി വന്ന ഒരു കൊലപാതകം ലോകരാഷ്ട്ര ചരിത്രത്തിലില്ല. ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകത്തിന് സാക്ഷിത്വം വഹിച്ച 42 കുട്ടികൾ 6 മാസം കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടി വന്നു. ഇപ്പോഴും 10-12 കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടി ഉടനും, നിലവിളിക്കും, കരയും. ഭീകരമായ ഈ കൊലപാതകം നടത്തി CPM-ഓട് ഞാൻ ചോദിക്കട്ടെ, എന്ത് നേടി നിങ്ങൾ പാനൂരിൽ? എന്ത് നേടി നിങ്ങൾ കണ്ണൂരിൽ? ഹസന്റെ കൊലപാതകം, ഷുക്കൂറിന്റെ കൊലപാതകം, തൂത്തുപറമ്പിൽ സജിത്ത് എന്ന് പറയുന്ന ഒരു BJP-ക്കാരന്റെ കൊലപാതകം, ഷുക്കൂർ എന്ന് പറയുന്ന 19 വയസ്സുള്ള കൊച്ചുപയ്യൻ, രാജ്യത്തിന്റെ കറുപ്പും വെളുപ്പും തിരിയാൻ പ്രായമായിട്ടില്ല, നന്മയും തിന്മയും വേർതിരിക്കാൻ പ്രായമാകാത്ത ഒരു കൊച്ചുപയ്യൻ, കൂടെ കളിച്ച ക്രിക്കറ്റ് കളിക്കുമ്പോൾ പരിക്ക് പറ്റിയൊരു കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പുഴ കടന്നു പോകുമ്പോ CPM-ന്റെ ഗുണ്ടകൾ വളഞ്ഞു, കുട്ടികൾ ഓടി. ഒരു 65 വയസ്സൊരു വന്ധ്യവയോധികൻ ഒരു മുസൽമാന്റെ വീട്ടിലേക്ക് കയറി, വാതിലടച്ചു, ഗ്രില്ല് കൂട്ടി. സഖാക്കൾ അവിടെ വന്ന് കൊലവിളി നടത്തി. ആ ഗൃഹനാഥനോട് പിടിച്ചുവിടാൻ, പുറത്തേക്ക് വിടാൻ പറഞ്ഞു. ഗൃഹനാഥൻ പറഞ്ഞു, വിടില്ല. 10-15-20 മിനിറ്റ് കഴിഞ്ഞപ്പോ 3-4 കെയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന് അത് ഉയർത്തിപ്പിടിച്ച് ഗൃഹനാഥനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇത് ഒന്നയൊടിച്ച് നിങ്ങൾ എല്ലാത്തിനെയും കത്തിക്കും, ഇല്ലെങ്കിൽ പുറത്താക്കണം. ഭയപ്പെട്ട ഗൃഹനാഥൻ കുടുംബത്തിൽ പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, അമ്മയുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. മക്കളോട് പറഞ്ഞു, മക്കളെ ഒന്ന് പുറത്തു പോകണം, ഞങ്ങളെ രക്ഷിക്കണം. പാല് തുറന്ന് പുറത്തു വന്നപ്പോ 5 കുട്ടികളെ കൊണ്ടുപോയി ഇതുപോലെ വിശാലമായി നിൽക്കുന്ന ഒരു മൈതാനത്തല്ല, വയലിൽ കൊണ്ടുപോയി നിർത്തി. ഇവരുടെ ഫോട്ടോ എടുത്തു, 5 പേരുടെ ഫോട്ടോ എടുത്തു. ഫോട്ടോ MSM അയച്ചു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ച് MSM വന്നു. ആ MSM-ത്തിനകത്ത് പറഞ്ഞു, നടുക്ക് നിൽക്കുന്നവൻ വെളുത്തവൻ, നീളമുള്ളവൻ. അവനെ ഫോണിൽ പറഞ്ഞു, അവനെ കെട്ടണം. അതിനോടൊപ്പം നിൽക്കുന്ന രണ്ടാമത്തവൻ കുറിയവൻ, അവനെയും കെട്ടണം. 2 കെട്ടണം. ആരോടാണ് ചോദിച്ചത്? നമ്മുടെ പ്രിയങ്കരനായ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി CP ജയരാജനോടാണ്. അദ്ദേഹത്തിന്റെ കാർ ആക്രമിച്ച കേസിലെ പ്രതികളാണോ എന്നതാണ് CPM-ന്റെ സംശയം. ശ്രീ ജയരാജന്റെ നിർദ്ദേശം വന്നപ്പോഴാണ് ഷുക്കൂറിനെ പിടിച്ച് ഷുക്കൂറിന്റെ കഴുത്ത് പിറകോട്ട് വലിച്ചു. 2 പേർ കൈപിടിച്ച് പിറകിൽ വെച്ചു. കഴുത്ത് കോഴി ഇറക്കാറില്ലേ നമ്മൾ നല്ല നാളിൽ വീടുകളിൽ കോഴി ഇറക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കഴുത്തിന് കത്തി വെച്ച് കണ്ടിച്ചപ്പോ രക്തം ചീറ്റി. കത്തിവെച്ചവന്റെ മുഖത്ത് രക്തം ചീറ്റി. ഒരു നിമിഷം അവന്റെ കൈവിട്ടുപോയി. രണ്ടാമത്തവൻ ഇറങ്ങി ഓടി. അവിടെ ആ വയലിന്റെ അകത്തിട്ട് വെട്ടി 24 വെട്ടി നുറുക്കി. അവനെ കൊല്ലുമ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിഞ്ഞു. വയലോരത്ത് 100,000-കണക്കിന് ആളുകൾ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുക. ആരും അടുത്തു വരുന്നില്ല. 1000-കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഒരു കൊച്ചു പയ്യനെ വെട്ടി നുറുക്കി കൊന്ന രാഷ്ട്രീയ കാപാലിത്വം ഏത് കമ്മ്യൂണിസമാണ് എന്ന് മസ്തിഷ്കം മരവിക്കാത്ത, മനസ്സ് മരവിക്കാത്ത ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആലോചിക്കണം. എവിടത്തെ കാണണോ നിങ്ങളുടെ യാത്ര? എവിടത്തെ കാണും നിങ്ങളുടെ യാത്ര? ഏത് പ്രത്യേക സത്യത്തിനു വേണ്ടി? കൂത്തുപറമ്പ് സജിത്ത് എന്ന് പറയുന്ന ഒരു BJP-ക്കാരൻ പയ്യൻ ഇതുപോലെ സായം സന്ധ്യ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നു. ആ ഓട്ടോറിക്ഷയെ പിന്തുടർന്നു ഒരു വാൻ, ഒരു ഒമിനി വാൻ.
ആ ഒമിനി വാനിന് സൈഡ് കൊടുത്തു ഓട്ടോറിക്ഷ. പക്ഷേ ഒമിനി വാൻ കടന്നു പോകുന്നില്ല. ഓട്ടോറിക്ഷ പോയി 6-7 കിലോമീറ്റർ നഗരം വിട്ട് 7-8 കിലോമീറ്റർ എത്തി. ഒരു ഉൾനാടൻ പ്രദേശം, ഇരുളും, ആൾക്കൂട്ടമില്ല, വെളിച്ചമില്ല, ചെറിയ 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 കൊച്ചുകാട് പ്രദേശം. അവിടെ എത്തിയപ്പോ ഈ ഒമിനി വാൻ മറികടന്ന് ഈ ഓട്ടോറിക്ഷയെ നിർത്തി. ഓട്ടോറിക്ഷ ഒമിനി വാനിൽ നിന്ന് 2 പേർ ഇറങ്ങി. ഒരു കോഴിക്കുഞ്ഞിനെ പിടിക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു പയ്യനെ എടുത്ത് വണ്ടി ഇട്ട് ആ ഒമിനി വാൻ ഓടിച്ചു. ഒരു 6-7 കിലോമീറ്റർ വീണ്ടും പോയി വണ്ടി നിർത്തി. വണ്ടി റോഡിന്റെ ഇടതുവശത്ത് നിർത്തി. ഇടതുഭാഗത്തെ ഡോർ തുറന്നു. ഒരു പയ്യൻ, ഒരാൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ബോർഡ് പോലത്തെ ഒരു സാധനം ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇടത്ത് അങ്ങോട്ട് പോയി. അത് വലിച്ചങ്ങോട്ട് എറിഞ്ഞ് വേഗം കൂളായി വന്ന് വണ്ടി കയറി. വണ്ടി പോയി. വീണ്ടും 6-8 കിലോമീറ്റർ കണ്ടൽക്കാട് പറഞ്ഞ പ്രദേശം. അവിടെ നിർത്തി വണ്ടി. റോഡിന്റെ കിഴക്ക് വശം നിർത്തി. കാറിന്റെ ഡോർ തുറന്നു. ഒരു മരത്തടി എടുത്ത് പോകുന്ന പോലെ 2 പേർ ഒരു മരത്തടി എടുത്ത് വണ്ടിയിൽ നിറങ്ങി കുറച്ച് പുറകോട്ടുള്ളോട്ട് കടന്നുപോയി. അതിങ്ങനെ വീശി കണ്ടൽക്കാടിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ വണ്ടി ഓടിച്ചു പോയി. നേരം വെളുത്തു. സൂര്യോദയം വന്നു. കാക്ക വട്ടമിട്ട് പറക്കുന്നു. എന്താ കാക്ക പറക്കുന്നത്? ആള് നോക്കി. ആള് നോക്കുമ്പോ ഓട് പോലെ എറിഞ്ഞ സ്ഥലത്ത് ഒരു മനുഷ്യന്റെ ശിരസ്, തടി പോലെ എറിഞ്ഞ സ്ഥലത്ത് ഒരു മനുഷ്യന്റെ ജഡം, തലയില്ലാത്ത ജഡം. തലയില്ലാത്ത ജഡം കിട്ടിയവൻ തലക്ക് വഴുതി, തല കിട്ടിയവൻ ജഡത്തിൽ വഴുതി. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം ജഡവും തലയും ഒരുമിച്ച് വെച്ചപ്പോ 5 കുടുംബത്തിന്റെ ഏകാവലംബമായ ഒരു പെയിന്റർ തൊഴിലാളി സജിത്ത് എന്ന് പറയുന്ന യുവമോർച്ചയുടെ പ്രവർത്തകൻ. ഞാൻ പ്രിയപ്പെട്ട സഖാക്കളോട് ചോദിക്കട്ടെ, എന്റെ കണ്ണൂർ ജില്ലയിൽ ഞാൻ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോ എന്റെ ഇടതും വലതും മുമ്പ് 28 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി കൊന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെ ശവത്തിന്റെ മൺകൂലകൾക്ക് ഇന്നും പച്ച പിടിച്ചിട്ടില്ല. ആ നെടുനിരുപ്പുള്ള ഓർമ്മകൾ മനസ്സിന്റെ അകത്ത് നിൽക്കുമ്പോഴാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ഞങ്ങളൊക്കെ ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് ആവേശം നൽകുന്നത്, ആത്മവിശ്വാസം പകരുന്നത് ആ രക്തസാക്ഷികളുടെ ഓർമ്മകളാണ് എന്ന് ഇവിടുത്തെ സൂഫികൾക്കാർ നോക്കണം. ആ ഓർമ്മകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിലെ നിങ്ങളുടെ പട്ടക്കൊത്തളങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഞങ്ങൾ പിടിച്ചെടുത്തത്. കൊടി മാറ്റാൻ സാധിക്കാത്തയിടത്ത് ഞങ്ങൾ കൊടി മാറ്റി. ആഫീസ് കെട്ടാൻ സാധിക്കാത്തയിടത്ത് ഞങ്ങൾ ആഫീസ് കെട്ടി. ബൂത്തലഞ്ഞിരിക്കാൻ നിലത്ത് ബൂത്തലഞ്ഞിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തയിടത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി മണ്ണ് ഞങ്ങൾ കയ്യിലെടുത്തു. കണ്ണൂരിൽ ഇവിടെയും വേണമോ അത്? ഇവിടെയും ആരംഭിക്കണമോ അത്? ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ വെട്ടിക്കൊന്നവരെല്ലാം തൊഴിലാളികളാണ്. എന്ന് മനോഹരമായ ഉദാഹരണം. സർവരാജ തൊഴിലാളികളെ സംഘടിക്കൂ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല, വിലങ്ങു മാത്രം. ഏത് തൊഴിലാളികൾ? മരിച്ചവരൊക്കെ തൊഴിലാളികളാണ്. കുടുംബത്തെ പറ്റുന്ന പാവപ്പെട്ട തൊഴിലാളികൾ. ഒരു അധ്യാപകൻ. നിങ്ങൾ വെട്ടിക്കൊള്ളുന്നതെല്ലാം തൊഴിലാളികൾ. നിങ്ങൾ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് സ്വയം വിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അപമാനമില്ലേ? ഞാൻ ആലോചിക്കണം, എന്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് നിങ്ങൾ? ഏതെങ്കിലും ബൂർഷ്വാ വർഗത്തിന്റെ പതിവിയെ നിങ്ങൾ വെട്ടിക്കൊന്നിട്ടുണ്ടോ? ഏതെങ്കിലും മൂലങ്ങളുടെ പതിവിയെ നിങ്ങൾ വെട്ടിക്കൊന്നിട്ടുണ്ടോ? ഏതെങ്കിലും സമ്പന്നന്റെ മക്കളെ നിങ്ങൾ വെട്ടിക്കൊന്നിട്ടുണ്ടോ? നിങ്ങൾ വെട്ടി നുറുക്കി കൊന്നവരൊക്കെ അധ്വാനിച്ച് കുടുംബം പൊട്ടുന്ന തൊഴിലാളികളാ. നിങ്ങളത് തൊഴിലാളി വർഗ പ്രസ്ഥാനവും CPM ഒന്ന് ആലോചിക്കണം. DYFI എന്ന കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഈ രാജ്യത്ത് മാറ്റമാണോ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത്? ഒരു തുള്ളി ചോര ഒതുക്കാതെ ഈ രാജ്യം വികസനത്തിലേക്ക് കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ഇന്ത്യയിൽ. ഒരു പോരാട്ടം വേണ്ടി വന്നിട്ടില്ല. 47 ആഗസ്റ്റ് 15 ഇന്ത്യയെ മാറ്റി ലോകത്തിന്റെ വികസന രംഗത്ത് ഒരു പടക്കുതിര പോലെ പോകുന്ന ലോകരാഷ്ട്ര മനസ്സുകളിൽ അത്ഭുതമുണ്ടാക്കിയ ഒരു രാഷ്ട്രചരിത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഈ നാടിൽ മക്കളെ വികസനത്തിലേക്ക് പോകാൻ ഒരു വെടിവെപ്പുണ്ടായിട്ടില്ല, ചോരയിട്ടില്ല. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 112 ഭരണഘടനാ ഭേദഗതിയിലൂടെ തൊഴിലാളി വർഗത്തിന് മോചനം കൊടുത്ത മണ്ണാണ് ഇന്ത്യ. സമ്പന്നന്റെ പാർട്ടി എന്ന് പറഞ്ഞ കോൺഗ്രസ് കാലത്തിന്റെ പ്രവാഹത്തിൽ അധ്വാനിക്കുന്നവന്റെ പാർട്ടിയായി മാറി. ഒരു കാലത്ത് ഞങ്ങളെ പിന്തുണച്ച കുത്തകൾ ഞങ്ങളോടൊപ്പമില്ല. മാറ്റമകൾ ഞങ്ങളെ സഹായിക്കാനില്ല. സമ്പന്നന്മാർ ഞങ്ങളോടൊപ്പമില്ല. ഭൂസ്വാമിമാർ ഞങ്ങളോടൊപ്പമില്ല. അവരൊക്കെ കോൺഗ്രസിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടുപോയി. സ്വതന്ത്ര പാർട്ടി മുതൽ ജാതിവർഗത്തിന്റെ കർഷക പാർട്ടി മുതൽ ഓരോ പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കുമ്പോഴും കോൺഗ്രസ്
സാധാരണക്കാരന്റെ പാർട്ടിയായി മാറി മാറി വന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്റെ ഇന്ത്യ രാജ്യത്ത് ശക്തമായില്ല? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 95% തൊഴിലാളികളായി ഇന്ത്യയിൽ 95% proletarians. ആ പ്രോളിറ്റേറിയൻ 95% തൊഴിലാളികളുടെ ഇന്ത്യ രാജ്യത്ത് എന്തേ നിങ്ങളുടെ പാർട്ടി പച്ച പിടിച്ചില്ല? എവിടെ? Where is anarchism? Where is anarchism? There is poverty. There is anarchism. Where is anarchism? There is communism. മാർക്സിന്റെ ആപ്തവാക്യമാ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് പട്ടിണി രാജ്യ. ചെറുപ്പക്കാർക്ക് അറിയില്ല. 47 ഓഗസ്റ്റ് 15 ഇന്ത്യയെ കുറിച്ച് അറിയുന്നവർ പ്രായമുള്ളവർക്ക് അറിയൂ. പട്ടിണിയുടെ നാടാ മക്കളെ. 33 കോടി ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ പട്ടിണി കിടന്നവന്റെ കയ്യിലേക്കാ, നിരക്ഷരന്റെ കയ്യിലേക്കാ, വിവസ്ത്രന്റെ കയ്യിലേക്കാ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കടന്നു വന്നത്. ആ നാടിന് ലോകത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രമാണ്. എല്ലാ രംഗത്തും വികസനം. സ്വാതന്ത്ര്യം കിട്ടുമ്പോ അരിയില്ലാത്ത നാട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ക്ലാപ്പന പരിസരത്ത് സ്വാതന്ത്ര്യത്തിന്റെ നാളിൽ ഒരു ചാക്ക് നിറഞ്ഞ അരി കാണാൻ ഈ ക്ലാപ്പനയിലെ സാധാരണക്കാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു ചാക്കരി ഇല്ല. അരി വേഴാമ്പലിനെ പോലെ അരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന 33 കോടി ജനതയാ. എന്റെ കുട്ടിപ്രായം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള വിദ്യാഭ്യാസ കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. റേഷൻ വാങ്ങാൻ പോയ കാലം. 6 ഔൺസ് റേഷൻ. പുലർച്ചെ 5 മണിക്ക് ചൂട്ട കെട്ടി ഞാനും എന്റെ ഏട്ടനും പോകും. വീട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരെയാണ് റേഷൻ ഷാപ്പ്. നടന്നാ പോവുക, നടന്നാ തിരിച്ചു വരിക. ഞങ്ങൾ എന്തിനാ 5 മണിക്ക് പോകുന്നത്? റേഷൻ ഷാപ്പിലെ ക്യൂവിന്റെ മുമ്പിൽ ഇരിക്കാൻ. മാനേജർ വരുമ്പോ ഒന്നോടനെ അരി വാങ്ങി തിരിച്ചു പോകാൻ. ഞങ്ങൾ അവിടെ സഞ്ചിട്ടിരിക്കും. എനിക്ക് മൂത്രമൊഴിക്കാൻ നോക്കുമ്പോ ഏട്ടനിരിക്കും, ഏട്ടന് മൂത്രമൊഴിക്കാൻ ഇരിക്കുമ്പോൾ ഞാനിരിക്കും. അങ്ങനെ 8 മണിയാകുമ്പോ റേഷൻ ഷാപ്പിന്റെ മാനേജർ വരും. എന്താ മാനേജരുടെ ഭാവം? അന്ന് മാനേജരാണ് ഏറ്റവും വലിയ ജില്ലാ കളക്ടറൊക്കെ പിന്നെ. കാരണം അരി തരുമ്പോൾ മാനേജരാ. മാനേജറെ കണ്ടാ ബഹുമാനിക്കും. ഞങ്ങളൊക്കെ മാനേജർ എഴുന്നേറ്റ് നിൽക്കും. മാറടാ ഇരിക്കണാന്ന് പറയും. വീടിനൊക്കെ വലിച്ചു പുറത്ത് ചാടി റേഷൻ ഷാപ്പ് തുറന്ന് ഒരു മച്ചൂരത്തൊന്ന് അടിച്ചു വാരി ത്രാസിട്ട് അരി നോക്കിത്തരും. എത്ര അരി? ഞങ്ങൾ 7 പേർ, 5 മക്കളുണ്ട്, അമ്മയും അച്ഛനും. ആ 7 ഔൺസ് 6 ഔൺസ് റേഷൻ, 7 ആളുടെ റേഷൻ ഒരു സഞ്ചി വാങ്ങിയാൽ ശബരിമലക്ക് പോകുന്ന ആളിന്റെ തിരുമുടി പോലെ ഉണ്ടാകും. അത് നടുക്കിന്റെ ചുമലിട്ട് ഞാൻ ഓടും വീടുവരെ. 6 ഔൺസ് അരി. ആ രാജ്യം ഇന്ന് ലോകത്തിലെ കാർഷിക രംഗത്ത് 2ാമത്തെ രാജ്യമാണ്. 2ാമത്തെ രാജ്യം. 10 വർഷം ഈ രാജ്യത്ത് ഭൂകമ്പം ഉണ്ടാകട്ടെ, കൃഷി ചെയ്യാൻ സാധിക്കാത്ത വിധം ഭൂകമ്പം, ഉരുൾപൊട്ടട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, വെള്ളപ്പൊക്കം ഉണ്ടാകട്ടെ, 10 വർഷം കൃഷിയില്ല ഇന്ത്യ രാജ്യത്ത്. നിങ്ങളാരും പട്ടിണി കിടക്കണ്ട. 10 വർഷത്തേക്ക് വേണ്ടുന്ന ബഫർ സ്റ്റോക്ക് ഇന്ത്യയുടെ ഗോഡൌണിൽ കെട്ടിവെച്ച് മിച്ചം വരുന്ന ഭക്ഷണം ലോക കമ്പോളത്തിൽ കയറ്റി അയക്കുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യം. ഇന്റർനാഷണൽ കോൺഗ്രസ് റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്ന ബില്ല് പാസാക്കി നമ്മുടെ പ്രിയങ്കരനായ തോമസ് മാഷ്. ചരിത്രത്തിലേക്ക് തോമസ് മാഷ് ഇടം തേടി. റൈറ്റ് ടു ഫുഡ്സ് ലോകത്തെവിടെ? ഏത് രാജ്യത്ത്? ഒരു സമാനമായ രാജ്യം ചൂണ്ടിക്കാണിക്കാമോ? 82 കോടി ജനങ്ങൾക്ക് ഉപകാരമാകുന്ന ഉപകാരപ്രദമാകുന്ന റൈറ്റ് ടു ഫുഡ്സ് ഞങ്ങളുടെ സംഭാവനയാ. വസ്ത്രമില്ല. ഇന്ത്യക്കാരന്റെ ശരാശരി വസ്ത്രം സ്വാതന്ത്ര്യം കിട്ടുമ്പോ കോണമാണ്, കൗവീയം. ചെറുപ്പക്കാർക്ക് കോണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇവിടെ കുട്ടികൾക്ക് തിരിയോ ആയിഷയുടെയും ടാൻഡന്റെയും VIPയുടെയും ജെട്ടിയിട്ട് ചെത്തി നടക്കുന്ന കൊച്ചുമക്കൾക്ക് കോണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു വസ്ത്രം ഉണ്ടായിരുന്ന മക്കളെ അപ്പനോടോ അപ്പൂപ്പനോടോ ചോദിക്കണം, പറഞ്ഞു. ആ കോണവും കെട്ടി നടന്ന ഇന്ത്യ രാജ്യം ഇന്ന് വസ്ത്ര കയറ്റുമതി രംഗത്ത് ലോകത്തിലെ 7ാമത്തെ രാജ്യം. 3 മാസം മുമ്പ് വരെ 11ാമത്തെ കൺട്രിയാണ്. കഴിഞ്ഞ ആഴ്ച വന്ന സർവേ, ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ ഞങ്ങൾ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. വിദ്യാഭ്യാസം, നിരക്ഷരന്റെ മണ്ണ്, ഇംഗ്ലീഷ് അറിയാത്തവന്റെ മണ്ണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെ മണ്ണ്. ഇന്ന് ആ രാജ്യം എവിടെയാ? എന്റെയൊക്കെ കുടുംബം പട്ടാളത്തിന്റെ കുടുംബമാണ്. എന്റെ 3 ഏട്ടന്മാർ, എന്റെ 3 അളിയന്മാർ, എന്റെ 5 കസൻ ബ്രദേഴ്സ്. ഞാനൊക്കെ സമ്മർ വെക്കേഷൻ ചെലവഴിച്ചതെല്ലാം പട്ടാള ക്യാമ്പിലാ. ഞാനും പട്ടാളക്കാരനാകാൻ നോക്കിച്ചതാ. സെലക്ഷൻ കിട്ടിയതാ. ഒരു രാഷ്ട്രീയ കേസിൽ പ്രതിയായതുകൊണ്ട് തള്ളിപ്പോയതാ. ഇതായത് തലയിൽ എഴുതി പഠിച്ചത്. അതുകൊണ്ട് ഈ പഠിക്കുന്നത്. അന്ന് ടെലിഫോണില്ല,
അന്നൊക്കെ എന്റെ ജ്യേഷ്ഠൻ ലഡാക്കിൽ നിന്നോ മറ്റൊരു കത്തയച്ചാൽ ഒരു മാസം എടുക്കും. ഇല്ലെങ്കിൽ അകത്ത് ഒരു മാസം എടുക്കും. വല്ലപ്പോഴും ഒരു ടെലഗ്രാം അടിക്കും വീട്ടിലേക്ക്. ആ ടെലഗ്രാം അടിക്കാൻ അടിച്ചാൽ രണ്ട് വാക്കാ. അത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നോ? ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ പഞ്ചായത്തിലില്ല. ഞാൻ അടുത്ത പഞ്ചായത്തിൽ പോകും. ഇത് മദിരാശി പ്രസിഡൻസി കോളേജ്. നിങ്ങൾ തിരുവക്ഷേത്രങ്ങൾ, നിങ്ങൾ മലബാർ എന്ന് മദിരാശിയുടെ ഭാഗ, മുമ്പ് മദിരാശിയുടെ ഭാഗ. അപ്പോ മദിരാശി പ്രസിഡൻസ് കോളേജാണ് മലബാറിലേക്കുള്ള ഏക കോളേജ്. ഒരു ഡിഗ്രി വേണോ? മദ്രാശിയിൽ പോയി ചേരണം. മദ്രാശി പ്രസിഡൻസി കോളേജിൽ പോകണം. ഞങ്ങളുടെ നാട്ടിലൊന്നും കോളേജില്ല. അപ്പോ ആ മലബാർ മദ്രാസി പ്രസിഡൻസി കോളേജിൽ ഡിഗ്രി പാസ്സായ ഒരു ആർട്ടിസ്റ്റ് കുമാരനുണ്ട്. അദ്ദേഹത്തെ കാണിച്ചു. കുമാരനെ ഒന്ന് വായിച്ചേട്ടെ. എറൈവിംഗ് തേഴ്സ്ഡേ, ഞായറാഴ്ച എത്തുന്നു. 2 വാക്ക്. പക്ഷെ അത് വായിക്കാൻ ഇംഗ്ലീഷ് അറിയുന്നോ എന്റെ പഞ്ചായത്തിലില്ല. ക്ലാപ്പറിൽ കൂടിയ ആളുകളിൽ ഒരു സർവേ നടത്തിയാൽ ഇവിടെ MA-ക്കാരൻ, MSc-ക്കാരൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുകാരൻ, ഇവിടെ എല്ലാ ഡിഗ്രിയും ഡിപ്ലോമയും പാസ്സായ ആയിരങ്ങൾ ഈ ക്ലാപ്പറ എന്ന് പറയുന്ന പഞ്ചായത്തിൽ മാത്രം തെക്കും വടക്കും തേരാപ്പാറ നടക്കുന്ന ആളാണ്. കോളേജില്ലാത്ത നാട്ടിൽ സർവേരിക്കൽ നോക്കി കോളേജാ. എഞ്ചിനീയറിംഗ് കോളേജാണ്, മെഡിക്കൽ കോളേജാണ്. എല്ലായിടത്തും വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ രാജ്യം മുൻപോട്ട് പോകുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിലെ 3ാമത്തെ രാജ്യ. ഇന്നലെ വരുന്ന 3 മാസം കൊണ്ട് ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിലെ 1ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുക. ബഹിരാകാശ രഹസ്യങ്ങൾ ഉള്ളം കയ്യിൽ വെച്ചമ്മാനമാടുന്ന ശാസ്ത്രത്തിന്റെ മണ്ണാണ് ഇന്ത്യ. ഇന്ന് പത്രം വായിച്ചില്ലേ? എന്താ ഇന്ന് വായിച്ചത്? ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് കേന്ദ്രം ഉപയോഗിച്ചുകൊണ്ട് SLV D5 വായുവിലേക്ക് ഉയർന്നിരിക്കുന്നു. മെഡി രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇതാ നമ്മൾ പുതിയ നൂറ്റാണ്ടിലേക്ക് പോവുക. നിങ്ങൾ ഒന്നും ഒരു ചികിത്സിക്കാൻ അമേരിക്കയിലും ബ്രിട്ടനിലും പോണ്ട. ഇവിടുത്തെ ആശുപത്രിയിൽ കിടന്ന് ബ്രിട്ടനിലെ ഡോക്ടർ സർജൻ നടന്നു. ഇവിടുത്തെ ആശുപത്രിയിൽ കിടന്ന് ബ്രിട്ടനിലെ ഡോക്ടർ സർജൻ നടന്നു. അവിടുത്തെ പ്രവർത്തനം അവിടെ ക്ലാസ് എടുക്കുമ്പോ ക്ലാപ്പറിലെ കോളേജിൽ കുട്ടികൾക്ക് ക്ലാസ് കേൾക്കാം. സംശയമുണ്ടോ? എന്തെങ്കിലും അധ്യാപകൻ ചർച്ച പറയുന്ന എന്തെങ്കിലും സംശയമുണ്ടോ? യു കൻ ആസ്ക്. എനിക്ക് ചോദിക്കാം. യു വിൽ ഗെറ്റ് ആൻസർ ഫ്രം UK. അവിടെ നിന്ന് ഉത്തരം പറയും. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് കാണാം, കേൾക്കാം. ആ യുഗത്തിലേക്ക് ഇന്ത്യ പോവാണ്. ഇന്ത്യ രാജ്യം 10 കൊല്ലം കൊണ്ട് ലോകത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ലോകത്തിലെ എല്ലാ രാജ്യത്തിലും കടത്തിവട്ടി ഈ നാട് കടന്നു പോകും. SLV1, SLV2, SLV3, SLV4, SLV5, Agni-1, Agni-2, Agni-3, Agni-4, Agni-5. ലോകം ഇങ്ങനെ അമ്പരപ്പാടോടെ നോക്കി നിൽക്കുക. ഇന്ത്യ ആരുണ്ടാക്കി? ഏലംകുളത്ത് തിരുമനസ ഞങ്ങളാണോ? ഒരു കുടി ചോറ് കൊടുക്കുന്നുള്ളോ? ഒരു ഒഴിവുണ്ടാക്കുന്നുള്ളോ? ഒരു സമരം കേൾക്കുന്നുള്ളോ? ഉണ്ടാക്കി സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ഓരോന്നോരോന്ന് പറയുന്നില്ല. ഇന്ത്യ ഇന്ന് ലോകത്തിലെ സൈനിക ശക്തിയിൽ 6ാമത്തെ രാജ്യമാണ്. 6th country of world. 6ാമത്തെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 62-ലെ ഇന്ത്യ ചൈന യുദ്ധം? എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്റെ ഏട്ടന്മാരൊന്നും പട്ടാളത്തിലുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ച് നിൽക്കുക ഞങ്ങളൊക്കെ. എന്റെ മൂത്ത ബ്രദർ ഫീൽഡിലായിരുന്നു. ബാക്കി എല്ലാവരും അറിയാം. ഞങ്ങൾ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ കണ്ണൂരിൽ ഞങ്ങളെയൊക്കെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട അമ്പലം എന്ന് പറയുന്നത് മുത്തപ്പൻ ക്ഷേത്രം. ഞങ്ങൾ ആഴ്ചത്തെ മുത്തപ്പനെ കാണാൻ പോകും. എന്തിനാ? മോനെ രക്ഷിക്കണേ എന്ന് പറയാൻ എന്റെ അമ്മയോടൊപ്പം ഞാൻ. ആ യുദ്ധത്തിൽ ഇന്ത്യക്കാരന്റെ ആയുധം ഓർമ്മയുണ്ടോ? പാകിസ്ഥാന്റെ ഗർജിക്കുന്ന പീരങ്കികൾ ഇരമ്പി ലഡാക്കിലേക്ക് കടന്നു വരുമ്പോ അതിനെ തടുക്കാൻ ഇന്ത്യക്കാരന്റെ കയ്യിൽ വിറക് പോലത്തെ തോക്ക്. ട്രെഞ്ച് കുഴിച്ച് ട്രെഞ്ചിന്റെ ഒക്കെ തളർന്ന് കിടക്കും. ആ ട്രെഞ്ചിന്റെ മുകളിലൂടെ പാരങ്കി കടന്നു പോകും. പീറ്റൻ പാരങ്കി കടന്നു പോകും. ചതഞ്ഞരഞ്ഞുപോയ ആയിരക്കണക്കിന് പട്ടാളക്കാർ. എന്റെ കൊച്ചു മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. മരിച്ചു വീരധർമ്മം പ്രാപിച്ച 10-100ഓളം പട്ടാളക്കാരെ എന്റെ ഗ്രാമത്തിൽ മാത്രം കൊണ്ടുവന്ന കഥ. മരിച്ചുപോയ ലഡാക്കിൽ മരിച്ചു വീണ, ലഡാക്കിൽ ചൈനയുടെ ആയുധത്തിന്റെ മുമ്പിൽ ഈ പാട്ടുകളെ പോലെ മരിച്ചു വീണ ഇന്ത്യൻ പട്ടാളക്കാർ. ആ രാജ്യം എവിടെയാ?
ലോകം മറകൊണ്ടും ഇന്ത്യയുടെ ആയുധത്തിന്റെ രഹസ്യം അറിഞ്ഞാൽ പലതും അണ്ണോടാണ്, സീക്രട്ടാണ്. നമ്മളിൽ നിന്നൊരു ബട്ടൺ അമർത്തിയാൽ പല രാജ്യവും ഭസ്മീകരിക്കാൻ സാധിക്കുന്ന ആയുധത്തിന്റെ ഉടമസ്ഥ അവകാശം ഇന്ത്യ കരസ്ഥമാക്കി. യുദ്ധവിമാനം പൈലറ്റ് വേണ്ട, റിമോട്ട് കൺട്രോളിൽ അത് കൺട്രോൾ ചെയ്യും. ശത്രു സൈന്യങ്ങളെ ഭേദിച്ചുകൊണ്ട് പീരങ്കി ആറ്റം ബോംബ് വെടിയുണ്ടകൾ താരത്തേക്ക് വർഷിക്കുമ്പോൾ ഇതിനെ വെടിവെച്ചിടാമെന്ന് കരുതിയാൽ അതിന് വെടികൊള്ളൂല. എന്നാ പൈലറ്റിനെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചാൽ അതിന് പൈലറ്റ് വേണ്ട. 100, 500, 600, 700 കിലോമീറ്റർ ദൂരെ നിന്ന് റിമോട്ടിലാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ലോകത്തിലെ പവർഫുൾ കൺട്രിയാണ് ഇന്ത്യ. പട്ടാളക്കാരുടെ കപ്പാസിറ്റി ലോകത്തിലെ നമ്പർ 1. ഏത് ലോകത്തിലെ പട്ടാളത്തെയും ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ആൽപ്പവീരത്തിന്റെയും കഴിവിന്റെയും പ്രതീകമാണ് ഇന്ത്യൻ പട്ടാളം. ലോകത്ത് ഇതുപോലൊരു രാജ്യം 66 വർഷക്കാലം കൊണ്ട് ഇതുപോലെ മാറ്റി വന്നൊരു രാജ്യം. എന്താ നിങ്ങൾക്ക് കോൺഗ്രസിനെതിരെ പറയാനുള്ള കുറ്റം? അഴിമതി. അഴിമതി, സാർവത്രികമായ അഴിമതി. അഴിമതിയുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസും ഒക്കെ അഴിമതി നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതെങ്കിലും ഒരു അഴിമതിക്കാരനെ UP-യിലെ ഗവൺമെന്റ് സംരക്ഷിച്ചു എന്ന് പറയാൻ ഞങ്ങൾ വിമർശിക്കുന്ന അഴിമതി കോൺഗ്രസിന്റെ പൊതു സ്വഭാവമാണെന്ന് പറയുന്ന ഈ രാജ്യത്തിലെ പ്രതിപക്ഷങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരാളെ സംരക്ഷിച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്ന സുരേഷ് കൽമാടി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. ജയിലിൽ കിടന്ന രാജ DMK-യുടെ സമുന്നത നേതാവാണ്. ഒപ്പം കിടന്ന കരിമണി DMK-യുടെ മകൾ, കരുണാനിധിയുടെ മകളാണ്. ഒരു ഘടകകക്ഷിയുടെ നേതാവിന്റെ മകൾ പോലും കൽത്തുറുണ്ടി പോകുമ്പോ നിയമം വഴിവിട്ട് പ്രയോഗിച്ചവരെ രക്ഷിക്കാൻ മൻമോഹൻ സിംഗിന്റെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇവിടെ അഴിമതി ഉണ്ടാകും, വികസനമുള്ള ഇടത്ത് അഴിമതി ഉണ്ടാകും. ആ അഴിമതിയല്ല പ്രശ്നം. ആ അഴിമതിയോട് ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് വിഷയം. ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്കും അറിയാം അഴിമതി പ്രശ്നമാണ്. അഴിമതി തുറച്ചു നീക്കാൻ നിങ്ങൾക്ക് 2 ആയുധം വന്നിട്ടുണ്ട്. UP-യെ ഗവൺമെന്റ് എന്താണ് ആയുധം എന്നറിയാമോ? അത് പ്രയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ ഇന്ത്യ രാജ്യത്ത് അഴിമതി തുടച്ചു നീക്കാൻ സാധിക്കും. പഞ്ചായത്ത് തലം മുതലുള്ള അഴിമതി ഇല്ലാതാക്കാൻ ഫലപ്രദമായ 2 നിയമങ്ങൾ ഞങ്ങൾ പാസ്സാക്കി ഇന്ത്യയിലെ ജനപ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ സർക്കാരിന്റെ ചുവന്ന ഫയലിൽ പൊതിഞ്ഞാരും കാണാതെ സൂക്ഷിച്ച ആ ഫയലുകളുടെ രഹസ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളം കയ്യിൽ പാർട്ടിയെ ഏറ്റുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ലോക്പാൽ ബിൽ. അയ്യോ, നിങ്ങൾക്ക് 40 വർഷമായി ഈ രാജ്യം ലോക്പാൽ ബില്ലിന് വേണ്ടി പുറപടി കൂട്ടുന്നു. ആ ലോക്പാൽ ബില്ലിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ, നിങ്ങൾക്ക് വിവരം കിട്ടും. നിങ്ങൾക്ക് പോകാൻ ലോക്പാൽ ബിൽ പ്രകാരമുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് പോകാം. അഴിമതി നടത്തിയ ഒറ്റ ഭരണാധികാരിയും ജനസമൂഹത്തിന് ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത വിധം കൽത്തുറുങ്കിലേക്ക് മാറ്റാൻ UP-യെ സർക്കാർ ഉണ്ടാക്കിയ നടപടി അഴിമതിയോടുള്ള ഒരു പാർട്ടിയുടെ, ഒരു സർക്കാരിന്റെ നയമാണ് എന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. വേറെ എന്താ ഞങ്ങൾക്ക് കുറ്റം? കുറ്റമൊക്കെ കുറയുണ്ട് കോൺഗ്രസിന്. 128 കൊല്ലത്തെ പഴക്കമുള്ള പാർട്ടി. 128 കൊല്ലത്തെ പഴക്കമെന്ന് പറയുന്നത് വലിയ കാലാവധിയാണ്. ഏത് പ്രസ്ഥാനത്തിലും കാലപ്പഴക്കം വിളംബരം ചെയ്യുന്ന ദൗർബല്യങ്ങളുണ്ട്. അത് മതമാവട്ടെ, അത് സാമൂഹിക സംഘടനയാവട്ടെ, അത് സാംസ്കാരിക സംഘടനയാവട്ടെ, അത് രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ, കാലപ്പഴക്കം വിളംബരം ചെയ്യുന്ന ദൗർബല്യങ്ങൾ ഈ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകും. അത് കോൺഗ്രസിനുമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആരാണ് കോൺഗ്രസിന് പകൽ? ആരാണ് കോൺഗ്രസിന് പകൽ? 14 തെരഞ്ഞെടുപ്പില ഒരു വെളിപ്പാടകൽ നിൽക്കുന്നു. 14ന്റെ തെരഞ്ഞെടുപ്പ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൂരെ നിന്ന് ഇരുട്ടിന്റെ മറവിൽ നിന്ന് പ്രസംഗം കേൾക്കുന്ന ഏഴുവർഷത്തിന്റെ അനുഭാവികളോട് ഞാൻ ചോദിക്കുന്നു, 2014 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ രാഷ്ട്രീയമായ തീരുമാനം എന്താ?
മത്സര രംഗത്ത് ഒരാൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കയറ് പൊട്ടിയ ഊരി പോകുമ്പോൾ ഇന്ത്യ മുഴുവൻ ഓടുക. ഞാനാണ് പ്രധാനമന്ത്രി, ഞാൻ എന്റെ നാട് ശരി. ഇന്ത്യയോട് പറയുന്നു നരേന്ദ്രമോദി. മറുഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷയോടെ ഒരു ഖനവുമായി നടക്കുന്നു. നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറക്കാരെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ശിലായുധത്തിൽ കൊണ്ടുവരണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരോടൊപ്പം? CPM ആരോടൊപ്പം? നരേന്ദ്രമോദിയോടൊപ്പമാണ്. ഇടതുപക്ഷത്തിന്റെ മൂന്നാം മുന്നണിക്ക് പ്രസക്തിയില്ലെന്ന് പ്രകാശ് കാരാട്ട് പരസ്യമായി പ്രഖ്യാപിച്ചു. So there is no divorce. മത്സരം BJPയും കോൺഗ്രസും തമ്മില, നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മില. നിങ്ങൾ എവിടെ? ഇടതുപക്ഷം എവിടെ? പറയണം ഉത്തരം. നരേന്ദ്രമോദിയോടൊപ്പമാണോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ രാജ്യത്തിന്റെ വികസനമെല്ലാം രണ്ടാമത്. ഒന്ന് രാജ്യമാണ്, കൺട്രി, നാട്, ഭാരതം. അതാണ് ചൂരുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ സാധിക്കും. ഈ നാടാണ് പ്രധാനം. ഈ നാട് ഇതുപോലെ 66 വർഷക്കാലം ഞാൻ നിങ്ങളും സംരക്ഷിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഭൗതിക സാഹചര്യമുണ്ടല്ലോ. ആ സാഹചര്യത്തെ മുൻനിർത്തി എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ആരാണ് കോൺഗ്രസിനോട്? എന്താ ഈ നാടിന്റെ പ്രത്യേകത? ഈ ഇരിക്കുന്ന ഓഡിയൻസിൽ ഈ ലോകത്ത് ജന്മമെടുത്ത എല്ലാ മതവും ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാർസിയുണ്ട്, ജൈനനുണ്ട്, സിഖുണ്ട്. ഈ വ്യത്യസ്ത മതങ്ങളുള്ള രാജ്യം ഇന്ത്യ, വ്യത്യസ്ത ഭാഷകളുള്ള നാട് ഇന്ത്യ, വ്യത്യസ്തമായ സംസ്കാരമുള്ള നാട് ഇന്ത്യ. ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കി ഇന്ത്യ രാജ്യത്തെ ഇതുപോലെ കൊണ്ടുപോകാൻ ആർക്കാ സാധിക്കുന്നത്? ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊക്കെ വിദേശത്ത് ഇടക്കിടെ പോകുന്ന ആളാണ്. ഇടക്കിടെ ഇന്ത്യ വിദേശത്ത് പോകുന്ന ആളാ. ഞാനൊക്കെ വിദേശത്ത് പോയാൽ അവിടുത്തെ രാഷ്ട്രീയക്കാർ, അവിടുത്തെ വക്കീലന്മാർ, അവിടുത്തെ പൊതുപ്രവർത്തകന്മാർ ഞങ്ങളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാ നിങ്ങൾ ഈ രാജ്യത്തെ നിലനിർത്തുന്നത്? എങ്ങനെയാണ് ഈ നാടുകൾ നിങ്ങൾ നിലനിർത്തുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഞാൻ ലണ്ടനിൽ സൗത്ത് ആൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതാ. ഇന്റർനാഷണൽ സെമിനാർ. സെമിനാർ സബ്ജക്ട് എന്താ? യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസികളുടെ ഐക്യം. എന്നെ പോലെ പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? ഉണ്ടോ? 3000-ഓളം ഡെലിഗേറ്റ്സ് ഇതുപോലൊരു വലിയ സ്റ്റേഡിയത്തിൽ ഇന്ത്യയിൽ നിന്നൊരു രാഷ്ട്രീയക്കാരൻ, പാർലമെന്റ് അംഗം ഞാൻ മാത്രം, രാം ജെത്മലാനിയുണ്ട്, സുപ്രീം കോടതിയുടെ ബാർ കൗൺസിൽ പ്രസിഡന്റ് കൃഷ്ണരാജുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ ജെത്മലാനി ഒരു പക്ഷേ പാർലമെന്റ് അംഗം നിലക്ക് ഞാനും മാത്രം. ഇന്ത്യ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അപ്ലോസ് ഉണ്ടല്ലോ, കയ്യറ്റി. എനിക്കൊന്ന് സത്യജനം പറഞ്ഞ രോമെടുത്ത് പിടിക്കുകയാണ്. ഒരു പ്രതിനിധി വരുമ്പോഴും ഇല്ലാത്ത അപ്ലോസ്. എന്തേ? ഇന്ത്യയെ കുറിച്ച് ജനത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ അത്ര വലുതാണ്. ഞാനെന്ന് അഭിമാനത്തോടെ പറഞ്ഞു, യൂണിറ്റി ഓഫ് ഫെയ്ത്ത്. If you want to see a country living with the unity of faith, you come to my country, India. You can see various castes, various creeds, various religions, various politics, various cultures, various thoughts. But we are one. We win in this country. ഈ രാജ്യത്തേക്ക് ഇന്ത്യ രാജ്യം പോലെ വൈവിധ്യങ്ങളുടെ നാട് ഈ ലോകത്തുണ്ടോ? വൈവിധ്യങ്ങളുടെ നാടുണ്ടോ ലോകത്ത് വരെ? മതങ്ങൾ വ്യത്യസ്തം, ഭാഷകൾ വ്യത്യസ്തം, ആചാര്യങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തം. ഈ വ്യത്യസ്തതയെ കോർത്തിണക്കാൻ എങ്ങനെ സാധിച്ചു? 66 വർഷം. കോൺഗ്രസ് ദുർബലമാകണം, കോൺഗ്രസ് തകരണം എന്ന് പറയുന്ന CPM-ഓടും BJP-യോടും ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിയ ശക്തിയായ 6 സംസ്ഥാനത്താണ് BJP, 29 സംസ്ഥാനത്ത്
21 സംസ്ഥാനത്തിൽ 3 സംസ്ഥാനത്താണ് ഇടതുപക്ഷം. കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം 29 സംസ്ഥാനത്തും ലക്ഷോപലക്ഷം ഗ്രാമങ്ങളിലും പടർന്ന് പന്തലിച്ച് ഒരു പ്രത്യശാസ്ത്രത്തിന്റെ കണ്ണികളിൽ കുരുക്കിട്ട് ഇന്ത്യയിലെ 123 കോടി ജനങ്ങളെ ഓർത്തിണക്കി നിർത്തുന്ന രാഷ്ട്രീയത്തിന്റെ അദൃശ്യ ശക്തി ആരാണ്? കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിലുള്ള മുസൽമാൻ, കോൺഗ്രസിലുള്ള ഹിന്ദു, കോൺഗ്രസിലുള്ള ക്രിസ്ത്യാനി, കോൺഗ്രസിലുള്ള ജൈനൻ, കോൺഗ്രസിലുള്ള സിഖുകാരൻ, മതത്തിനപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമാ ഈ മതേതരത്വത്തിന്റെ അടിസ്ഥാന ശരിയെന്ന് നിങ്ങൾ നോക്കണം. കോൺഗ്രസ് ദുർബലമായാൽ ഇത് പൊട്ടിച്ചിടുന്നു. 16ന്റെ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുക? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ രാമക്ഷേത്രം പറയുമെന്ന് RSSകാരൻ BJPക്കാരൻ പറയുന്നത്. രാമക്ഷേത്രം തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നല്ല, ഭക്ഷ്യക്ഷാമം പരിഹരിക്കുമെന്നല്ല, അനധികൃതം അവസാനിപ്പിക്കുമെന്നല്ല, ശുചിത്വമില്ലായ്മ അവസാനിപ്പിക്കുമെന്നല്ല, രാമക്ഷേത്രം പണിയുമെന്ന്. പത്രമാധ്യമങ്ങൾ രാഹുൽജിയോട് ചോദിച്ചു, രാഹുൽജി, നരേന്ദ്രമോദി ഇന്ത്യയിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, അങ്ങേക്ക് മതമുണ്ടോ? അങ്ങയുടെ മതമേതാ? ഒരു നിമിഷം ആ ചെറുപ്പക്കാരൻ ആലോചിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ ദേശീയ പതാക? ആ ദേശീയ പതാകയുടെ 3 നിറകണ്ടില്ലേ? അത് പ്രതിനിധീകരിക്കുന്ന ഒരു ദേശീയതയുണ്ട്. ആ ദേശീയതയാണ് എന്റെ മതം. നിങ്ങൾ ആരോടൊപ്പം? ഗുജറാത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ചുടുരക്തത്തിന്റെ മുകളിൽ പാപപങ്കിലമായ ഡെമോക്രസികളെ ശ്രീകോവിൽ കെട്ടിയുണ്ടാക്കിയ നരേന്ദ്രമോദിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? വാക്കിലും നോക്കിലും ചിന്തയിലും ജീവിതത്തിലും മലയാളിത്വം പ്രാവർത്തികമാക്കിയ നെഹ്റു കുടുംബത്തിന്റെ പിന്മുറക്കാരനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കേണ്ടത്? സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ നാട് ഇത്രയും കാലം ജീവിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. പലരും പറഞ്ഞു, ഇന്ത്യയുടെ ജീവൻ, ഇന്ത്യയുടെ ആയുസ് ഷോർട്ടാണ്. 20 കൊല്ലം ചിലപ്പോൾ വന്നേക്കാം. ചരിത്രകാരന്മാർ, രാഷ്ട്രമീമാംസകന്മാർ, ഭരണകർത്താക്കൾ എല്ലാവരുടെയും പ്രവചനം ഒന്നാണ്. പക്ഷേ ആ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തി നാം ജീവിച്ചു. ബ്രിട്ടീഷ് ചരിത്രകാരൻ അൽഡസ് ഹക്സ്ലി, ലോകപ്രസിദ്ധനാണ്, വായിക്കുന്നവർക്കറിയാം. അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങളൊക്കെ മാർക്കറ്റിൽ ചൂടൊപ്പം വിറ്റഴിയുന്ന പോലെ വിറ്റഴിയുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹം ഇന്ത്യയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇന്ത്യ റിയാലിറ്റി. ആ പുസ്തകത്തിൽ ഹക്സ്ലി പറയുന്നു, ഇന്ത്യയുടെ വൈരുദ്ധ്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ റീഡേഴ്സിനോട് ചോദിക്കുന്നു, can India survive under these circumstances? ഈ ചുറ്റുപാടിൽ ഇന്ത്യ നിലനിൽക്കുമോ? എന്നിട്ട് അദ്ദേഹം അതിന്റെ അവസാന സേന സ്വയം അദ്ദേഹം ഒരു ആത്മകഥം നടത്തിയ ആ പുസ്തകം അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, no one can make a nation out of a continent of many nations. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതെല്ലാം നമ്മൾ കാറ്റിൽപ്പറത്തി ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ചരടിൽക്കൊത്ത മുത്തുപോലെ ഇന്ത്യ രാജ്യത്തെ 66 വർഷം സംരക്ഷിച്ചത് ഞങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 സംസ്ഥാനത്ത് ജീവിക്കുന്ന ചെങ്കടി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമല്ല. 4ാമതൊരു സംസ്ഥാനത്ത് ചുവന്ന കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമത്തിൽ പോകണം. നിങ്ങളാണോ ഇന്ത്യയുടെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നവർ? നിങ്ങൾ ഞങ്ങൾക്ക് പകരമാണോ? ഞങ്ങൾക്ക് ബദലാണോ നിങ്ങൾ? 6 സംസ്ഥാനത്തുള്ള BJP ഞങ്ങൾക്ക് ബദലാണോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ നാടാണ് പ്രധാനം. ഈ നാട് നിലനിൽക്കണം എങ്കിൽ 2016 നെഹ്റു കുടുംബത്തിന് മതേതരത്വം ഒരു മുദ്രാവാക്യമല്ല, ചുണ്ടുകളിൽ മുതിർന്നു വീഴുന്ന മതേതരത്വത്തിന്റെ വികലമായ കാപട്യത്തിന്റെ വാക്കുകളല്ല, അതൊരു ജീവിതമാണ്. കാശ്മീരി ബ്രാഹ്മണന്റെ മകൾ കല്യാണം കഴിച്ചതാറിയ പാർസിയെ, മകൻ കല്യാണം കഴിച്ചതാറിയ ക്രിസ്ത്യാനിയെ, മകന്റെ മകൾ കല്യാണം കഴിച്ചതാറിയ മാർവാടിയെ,
ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് മുദ്രാവാക്യം മുടക്കിയ ഡിവൈഎഫ്ഐക്കാരനോട് ചോദിക്കട്ടെ, നിന്റെയൊക്കെ നേതാക്കന്മാരുടെ മനസ്സിന്റെ അകത്തുള്ള പറയാൻ രക്തം ഇന്നും ജീവിക്കുന്നു. നമ്പ്യാർ നമ്പ്യാരായി, നമ്പൂരി നമ്പൂരിയായി, നായർ നായരായി. പക്ഷേ നെഹ്റു കുടുംബം അതല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, ആരാണ് ഈ രാജ്യം ഭരിക്കാൻ യോഗ്യത നേടിയവർ? നിങ്ങൾ തീരുമാനിക്കണം. CPM അവരോട് പറയണം, ആരാണ് ഇത് ഭരിക്കുന്നത്? മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഈ മണ്ണിൽ പാഴാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. മുഴുവൻ റാട്ടുകളും പിടിച്ചെടുത്ത് അടിച്ചു പൊളിച്ച് തളർത്ത് ആലപ്പുഴ കായലിൽ ചവിട്ടി താഴ്ത്തി അന്ന് പോയതാണോ ആലപ്പുഴയിലെ കയർ? ഇന്ന് കയറിന്റെ പ്രേത ആലപ്പുഴയിൽ. കമ്പ്യൂട്ടർ, എന്റെ കമ്പ്യൂട്ടർ ഞങ്ങളിപ്പോ എവിടെയാ? IT കേരളം എവിടെയാ? ചിന്തിക്കാൻ സാധിക്കുന്ന ഡിവൈഎഫ്ഐയുടെ കുട്ടികളൊന്നും ആലോചിക്കണം. എവിടെയാ? സൗത്ത് ഇന്ത്യയിൽ IT ആദ്യം കടന്നു വന്ന സംസ്ഥാനം കേരള. 76. അന്ന് തമിഴ്നാടിന് IT അറിയില്ല, അന്ന് ആന്ധ്രക്ക് IT അറിയില്ല, അന്ന് കർണാടകക്ക് IT അറിയില്ല. എന്നാൽ ഇന്ന് ആന്ധ്രയും കർണാടകയും തമിഴ്നാടും ലോകത്തെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഹബ്ബായി മാറി. പെരുമ്പത്തൂർ പോകുന്ന വഴി ഓൾഡ് മഹാബലിപുരം റോഡ്, ഞാനൊക്കെ എത്രയോ വർഷമായി പോകുന്നതാണ്. നിങ്ങൾ പോകണം. ആ ഓൾഡ് മഹാബലിപുരം റോഡിൽ ഒരു 14-15 കിലോമീറ്റർ നീളത്തിൽ റോഡിന്റെ 2 ഭാഗവും IT കമ്പനികളാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ. രാവിലെ 8 മണിക്ക് നിങ്ങളൊന്ന് പോയി റോഡിന്റെ അടുത്ത് മാറി നിന്നാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ചോറ്റുപാത്രവും, തമിഴ്നാട്ടിലെ കുട്ടികളല്ലേ, മുടിയൊക്കെ പിരിച്ചിട്ട് ധാവണി കൊടുത്തിട്ടാ ഇപ്പോഴും മക്കൾ പോവുക. ഗ്രാമത്തിലെ കുട്ടികളാണ് അവരെല്ലാം പോവുക. എവിടത്തേക്ക്? IT പാർക്കിലേക്ക്. സ്റ്റാർട്ടിംഗ് പേ 40,000. 1 കൊല്ലം കഴിഞ്ഞാൽ 50,000, 3 കൊല്ലം കഴിയുമ്പോ 75,000, 5 കൊല്ലം കഴിയുമ്പോ 1 ലക്ഷം+. ഇവിടെ ആരാ തകർത്തത്? ഇവിടെ എന്റെ സെൽഫിന്റെ ഡ്രോയറിൽ നിന്ന് ഒരു 500 ബയോഡാറ്റ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പാസ്സായ 6 പെണ്ണ് കുട്ടികൾ തെണ്ടുക. ഡിഗ്രി ഉണ്ട്, ജോലിയില്ല. സ്മാർട്ട് സിറ്റി 5 കൊല്ലം. ഇവിടെ ചൊറിയും മുഖ്യമന്ത്രി ഇരുന്നില്ലേ? 5 വർഷം. വേലിക്കടക്ക് ശങ്കരൻ അച്യുതൻ 5 കൊല്ലം. അതിനു മുമ്പ് യൂണിയൻ സർക്കാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോ എല്ലാ എഗ്രിമെന്റുമായി, സകല എഗ്രിമെന്റും എഴുതി ഒപ്പുവെക്കാൻ മാത്രം ബാക്കി ഡ്രാഫ്റ്റ് റെഡി. അശരീരി പോലെ ഇലക്ഷൻ വന്നു. അശരീരി ഇലക്ഷൻ വന്നപ്പോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. മത്സരിച്ചു, നമ്മൾ തോറ്റു. അച്യുതാനന്ദൻ വന്നു. 5 കൊല്ലം ഇത് വെച്ചിരുന്നില്ലേ? ഇത് നോക്കി ഒന്നും പിടികിട്ടില്ല. എന്റെ നാട്ടില് ഈ കുറുക്കൻ കാരാമേന സമർത്ഥനാണ്. കുറുക്കൻ പിടിക്കുമ്പോ കാരാമ എന്താക്കുന്നു വെച്ചാൽ അതിന്റെ കൈയും കാലും ഉള്ളോട്ടേക്ക് വിളിച്ചാൽ അപ്പൊ ഇതൊരു ജീവിയാണെന്ന് തോന്നുന്നു. ഇതൊരു തോടാന്ന് തോന്നുന്നു. അപ്പൊ കുറുക്കൻ ഇത് തിരിച്ചിട്ട് മറിച്ചിട്ട് കണ്ടില്ല. അതുപോലെ നമ്മുടെ അച്യുതാനന്ദൻ ഈ ഫയൽ തിരിച്ചും മറിച്ചിട്ടിട്ട് പറഞ്ഞു, ഇത് മറ്റേ ലാൻഡ് മാഫിയ ആളുകളാക്കാം. പൊന്നാരെ അച്ചു, അതേ സാധന ഇപ്പൊ ഉമ്മൻചാണ്ടി അധികാരം കിട്ടി 68ാമത്തെ ദിവസം ഒപ്പുവെച്ച് ഒരു സമയമെന്ന പരിപാടിയിൽ ഇത് നടക്കുന്നു. ലക്ഷങ്ങൾക്ക് ആ തൊഴിലവസരം, ലക്ഷങ്ങൾക്ക്. നമ്മൾ വികസനത്തിന്റെ ആളാണ്. ഇന്ത്യക്ക് അറിയുന്നത് വേണ്ടേ? കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ വികസനമില്ല. ഉണ്ടെങ്കിൽ ഈ വികസനത്തെ ഒക്കെ എതിർക്കോ. കൊച്ചിയിലെ വിമാനത്താവളം, കെ കരുണാകരൻ കൊണ്ടുവന്ന വിമാനത്താവളം. എന്താ സമരം? എന്ത് സമരം? ശർമ്മ ഡിവൈഎഫ്ഐയുടെ നേതാവ് എക്സിസിന് പോയപ്പോ ശർമ്മയും 10-100 ആളും വന്ന് മലന്ന് കിടന്നിട്ട് പറഞ്ഞു, ഇവിടെ വിമാനം ഇറങ്ങണോ? എന്റെ നെഞ്ചത്തെ ഇറങ്ങൂ. ചെറിയ നെഞ്ച, കോട്ടപ്പാട് നോട്ടുകൊണ്ട് കെട്ടി കൊടുത്തൊരു നെഞ്ച. അതിന്റെ മേലെയൊന്നും വിമാനത്തിന്റെ ഉരുള കൊള്ളൂല എന്നൊരു ശർമ്മ പറഞ്ഞു. നെഞ്ചത്തറിയണം.
കെ കരുണാകരന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ സമരമൊക്കെ പൊളിച്ച് വിമാനത്താവളം വന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്വകാര്യ വിമാനത്താവള കൊച്ചി. എന്റെ നെഞ്ചത്തെ രഘു എന്ന് പറഞ്ഞ് ചർമ്മ മന്ത്രിയായപ്പോ ആ എയർപോർട്ടിന്റെ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കാൻ ഉളുപ്പും നാളും മാനോ ചർമ്മക്കുണ്ടായിരുന്നു. അത് പൊതുവേ ഇല്ല ഇവർക്ക്. ഒരു ചർമ്മക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു വർഗപരമായ ഗുണം. ആ വർഗപരമായ ഗുണം ആ വർഗത്തിൽ ആർക്കുമില്ലെന്നോ ഉടുപ്പ്. പിന്നെ ആർക്കാ? കട്ടാൽ അത് ഭൂഷണം, കട്ടാൽ ഭൂഷണം. പാലക്കാട് പ്രീണത്തിൽ എന്താ പറഞ്ഞത്? സോറി, പിണറായി വിജയൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? പക്കന നിർത്തണം, കണ്ണൂർ നിർത്തണം, മാടകത്തിൽ നിർത്തണം, സ്വത്താഗ്രഹിക്കരുത്, കൂടുതൽ വീട് കത്തരുത്, പൈസ കൈക്കൂലി വാങ്ങരുത്. നമ്മളും ഇതെന്നാ പറഞ്ഞു നീക്കാനത്ത് ഇതെങ്ങനെ കുറ്റോ? ഈ ഞങ്ങൾ എന്ത് പറഞ്ഞു? ആ പറഞ്ഞു നോക്കിയാണ് അച്ഛൻ പിണറായി വിജയൻ പറഞ്ഞത്. ഇതൊന്നും എന്റെ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടെന്നല്ലേ? എന്നിട്ട് മാറിയ കണ്ണൂരേത ഒരു കക്ഷി സൊസൈറ്റി ആയിട്ടാണ്, ഡെൽക്കോൺ സൊസൈറ്റി, ജെയിംസ് മാത്യു മൂലരക്കോട് സൊസൈറ്റി. സൊസൈറ്റിയുടെ ഭൂമി പെർമിഷൻ ഇല്ല, ആരും അറിയില്ല, അത് വിട്ടു. എന്റെ നാട്ടിലെ വേറെന്തുണ്ട്? ടാങ്ക് ജയരാജൻ, EP ജയരാജൻ, പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെ ആർട്ട്. ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശുണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ശിശു സ്വീകരിച്ചാൽ മതി. ശാസ്ത്രീയമായിട്ട് എങ്ങനെയാ കാശുണ്ടാക്കേണ്ടത് പഠിപ്പിക്കും. ഈ രാജ്യത്തെ പൈസക്കാർ മുഴുവൻ ജയരാജന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ മാസം. നിങ്ങൾ അറിയോ? ഒരു 6 കിലോമീറ്റർ നീളത്തിൽ ബെൻസ് വണ്ടി, റോളൻസ് വണ്ടി, ലോകത്ത് പേര് കേട്ട വണ്ടികൾ ഇങ്ങനെ കിടക്കുക. ആരാ നേതാവ്? തൊഴിലാളി വർഗ നേതാവ്, പണിക്കറിയ. അദ്ദേഹം സഞ്ചരിക്കുന്ന കാറ് 1.25 കോടിയുടെ റേഞ്ച് റോവറില്ല. ഇവിടുത്തെ CPM ആളുകൾ കേൾക്കുന്നുണ്ടോ? നിന്റെ നേതാവ് EP ജയരാജൻ സഞ്ചരിക്കുന്ന കാറ് 1.25 കോടി. Proletarians of all lands, unite. Nothing to lose but change. പഠിച്ച് കണ്ണൂരിൽ ഒരാളൊഴിച്ച്, ഗോവിന്ദൻ മാത്രം ഒരാളൊഴിച്ച് ബാക്കി മുഴുവൻ നേതാക്കന്മാരെ മക്കളും പഠിച്ചത് ഒന്നുകിൽ ലണ്ടൻ, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ സിംഗപ്പൂർ, അല്ലെങ്കിൽ തമിഴ്നാട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഡൽഹി, അല്ലെങ്കിൽ ബോംബെ. തെളിവെത്ര വേണം? നാളെ ഒരു പൊതുയോഗം വെച്ച് വെല്ലുവിളിച്ചാൽ എന്റെ നാട്ടിലെ നിങ്ങളുടെ നേതാക്കന്മാരുടെ ജാതകക്കെട്ടെന്റെ കയ്യിലുണ്ട്. തുറക്കാൻ സമയത്തോണ്ട തുറക്കാത്ത വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ വരാൻ തയ്യാറാ. നിങ്ങളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ CPM ബോധ്യപ്പെടണോ? ഞാൻ വരാൻ തയ്യാറാ. ഞാൻ കഴിഞ്ഞ ലണ്ടനിൽ പോയപ്പോ എന്റെ നാട്ടിലെ CPM-ന്റെ നേതാവിന്റെ മകൻ പഠിച്ച കോളേജ് കണ്ടു. അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തയാളെ കണ്ടു. ഒരു മാസം അവിടെ 13 ലക്ഷം രൂപ കൊടുക്കണം ഫീസ്. 2.5 കൊല്ലത്തെ കോഴ്സാണ്. താമസിച്ച ഫ്ലാറ്റ് ഞാൻ കണ്ടു. കാറിലൊക്കെ അദ്ദേഹത്തെ കോളേജിൽ കൊണ്ടുപോയി ഇറക്കാൻ പോകുന്ന വണ്ടി ഞാൻ കണ്ടു. എവിടെയുള്ള പൈസ? ചുമട്ടുതൊഴിലാളി നേതാവ്. ചുമട്ടുതൊഴിലാളി നേതാവ്. ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. CPM-ന്റെ കുട്ടികളൊക്കെ പുറത്തു പോയിട്ട് പഠിക്കണം. പഠിച്ചാലോ തിരിച്ചു വരുമ്പോ കമ്മ്യൂണിസ്റ്റ് ആവില്ല എന്നൊരു കുഴപ്പമുണ്ട്. അവരുടെ കുട്ടി MP ആയപ്പോഴാ എന്നോട് പറഞ്ഞു, സുഖാട്ടോ ഞാൻ MP ആയപ്പോഴാണ് ഇന്ത്യ കണ്ടത്. പാർലമെന്റ് കമ്മിറ്റിക്ക് പുറത്തു പോയപ്പോ ലോകം കണ്ട്. ഇത് കോൺഗ്രസ് അതിന് മുമ്പ് പറഞ്ഞതാ. ഒരു പരിപാടിക്ക് മാവേലി സ്റ്റോർ ഉദ്ഘാടനത്തിന് പോയപ്പോ അപ്പൊ എനിക്കറിയാൻ സ്വരട്ടെ ഇത് നിൽക്കൂല ഈ പ്രത്യയശാസ്ത്രം. ലോകം കണ്ട പിന്നെ കമ്മ്യൂണിസ്റ്റ് ആവൂല. അതുകൊണ്ട് നിങ്ങളെ മക്കളൊക്കെ പുറത്ത് പഠിച്ചോട്ടെ. നമുക്ക് സന്തോഷം. മക്കൾ പഠിക്കട്ടെ, മക്കൾ ഉഷാറാവട്ടെ. പക്ഷെ ഈ പൈസ എങ്ങനെയാ? ഞാനല്ല ചോദിക്കുന്നത്. എന്റെ നാട്ടിലെ CIT നേതാവോടൊപ്പം ചുമടെടുത്തവർ ചോദിക്കുന്നു, എടാ ഇവന്റെ മോനെ പഠിപ്പിക്കാൻ വരുന്ന പൈസ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത്? ഞാനല്ല ചോദിക്കുന്നത്. അയാൾ ഹാപ്പി. മക്കൾ പഠിപ്പിച്ചോ, എഴുതുന്ന കക്കുന്ന കട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ദേശാഭിമാനിന്റെ ഭൂമി കച്ചവടം കണ്ടിട്ടില്ലേ? പച്ചനല്ല വിറ്റ് കർഷക്ക് ഏത് ദേശാഭിമാനിന്റെ സ്ഥലം? എടാ ഈ രാജ്യത്ത് ബക്കറ്റ് നിലവെടുത്ത് നിങ്ങൾ വാങ്ങിയ സ്ഥലം. ഈ രാജ്യത്ത് ഓരോ പാവപ്പെട്ടവന്റെ പൈസ ഇതിനകത്ത് പാട്ടവും ഭാരവും ഒന്നുമില്ല.
ഏലക്കുളത്ത് വന്നതല്ല, ജനങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുത്ത പിരിവ. ആ പിരിവ് കൊണ്ടുണ്ടാക്കിയ സ്ഥലം എത്രയാ? 35 കോടിയുടെ സ്ഥലം 3.5 കോടിക്ക് തട്ടി. ആർക്കാ തട്ടിയത്? ചാക്ക് രാധാകൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്ന് 4 ദിവസത്തേക്ക് പുതിയ രണ്ട് 4 days അയാൾ സ്റ്റാഫ്. എന്നിട്ട് അയാൾ എം ഡി ആയി, രജിസ്ട്രേഷൻ കഴിഞ്ഞു. 4ാമത്തെ ദിവസം അദ്ദേഹം രാജിവെച്ച് ചാക്ക് കൊണ്ടുപോകുന്നു. ആരെ കണ്ടുമുട്ടിക്കാൻ? പ്ലീനത്തിൽ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു. നിങ്ങൾ നന്നായോ? നിങ്ങൾ